ഹായ്, എൻ്റെ പേര് ഷീല. എൻ്റെ ചാനലായ പെരുമ്പള്ളി ഗാർഡനിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഇതാ കാണാമല്ലോ, മുട്ടത്തോടിൻ്റെ ഒരു വീഡിയോ ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. ഇതാ നമുക്ക് വീട്ടിൽ നമ്മൾ ഉപയോഗിക്കുന്ന മുട്ടയുടെ തോടുകളാണ് ഇതാ ഈ കാണുന്നതെല്ലാം. നമുക്ക് ഒരു 2, 3, 4 പേരൊക്കെ ഉള്ള വീട്ടിലേക്ക് ഉപയോഗിക്കുന്ന മുട്ട ഒരു 1-1.5 മാസമൊക്കെ ആകുമ്പോൾ നമുക്ക് ഇത്രയൊക്കെ മുട്ടത്തോട് ശേഖരിച്ച് വെക്കാൻ കഴിയും. ഞാനിതുപോലെ ശേഖരിച്ച് വെച്ചിട്ടുള്ള മുട്ടത്തോടാണ് ഇതാ ഈ കാണുന്നത്. അപ്പോൾ ഈ മുട്ടത്തോടെല്ലാം നന്നായിട്ടൊന്ന് കൈകൊണ്ടൊന്ന് ഉടച്ചെടുത്തിട്ട് നമുക്കൊരു 2-3 ദിവസം നന്നായിട്ട് വെയിലത്ത് വെച്ച് ഉണക്കിയെടുത്തിട്ടുള്ള മുട്ടത്തോടാണ് ഇതാ ഈ കാണുന്നത്. അപ്പം ഈ മുട്ടത്തോട് നമുക്ക് നന്നായിട്ട് അതിനെ ഒന്ന് പൊടിച്ചെടുക്കണം. പൊടിച്ചെടുക്കുന്നതിലേക്കായിട്ട് എൻ്റെ കയ്യിൽ ഞാൻ ആദ്യം ഉപയോഗിച്ചിട്ടിരുന്ന ഒരു പഴയ മിക്സിയുണ്ട്. പുതിയത് വാങ്ങിയപ്പോൾ ഞാൻ പഴയത് കൊടുത്തിട്ടില്ലായിരുന്നു. നമുക്കിങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കാനായിട്ട് പഴയ മിക്സി ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് പഴയ മിക്സിയിലേക്ക് നമുക്കിതിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് പൊടിച്ച് എടുക്കാം. നന്നായിട്ട് ഉണങ്ങിയിരിക്കണം, എന്നാലേ നല്ല പൊടി നമുക്ക് നന്നായിട്ട് കിട്ടുള്ളൂ. അതുപോലെ തന്നെ അത് പൂപ്പലൊന്നും അടിക്കാതിരിക്കൂ. അപ്പോൾ അതിലേക്കായിട്ട് നന്നായിട്ട് നമുക്ക് ഈ മുട്ടത്തോട് ഉണക്കിയെടുക്കണം. ഈ കാണുന്ന ഒരു പഴയ മിക്സിയുടെ ജാറിലിട്ടാണ് ഞാനിത് പൊടിച്ചെടുക്കുന്നത്. ഇതൊരു പഴയ മിക്സിയുടെ ജാറാണ്, ബട്ടർഫ്ലൈ മിക്സിയുടെ ജാറാണ്. അപ്പോൾ നമുക്കിതിൽ കുറേശ്ശെ ഇട്ട് നമുക്ക് പൊടിച്ചെടുക്കാം. നിറച്ച് മിക്സിയുടെ ജാറിൽ ഇതുപോലെ നിറച്ച് വാരിയിട്ട് പൊടിക്കരുത്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ മുട്ടത്തോട് പൊടിയും തോറും അതിന് നല്ല വെയിറ്റാണ്. അപ്പോൾ ഇത് മിക്സിയുടെ ജാറിൽ കുറച്ചങ്ങ് സെറ്റായി പോവും. അതുകൊണ്ട് നമ്മൾ വളരെ കുറേശ്ശെ ഇട്ട് വേണം പൊടിച്ചെടുക്കാനുള്ളത്. ഇത് പൊടിയും തോറും ഈ മാവിന് നല്ല വെയിറ്റാണ്. നമ്മൾ അരി പൊടിക്കും പോലെയല്ല, അരി പൊടിക്കുന്ന മാവിന് വെയിറ്റ് കുറവാണ്. അപ്പോൾ ഇത് നല്ല വെയിറ്റാണ്. അപ്പോൾ അത് നന്നായിട്ട് ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട്. നല്ല വൈറ്റ് സിമൻറ്റ് പോലെ, അത്രയും നല്ല മാവ് പോലെ ആയിട്ടുണ്ട്. നല്ല പൗഡറായിട്ടുണ്ട്, കണ്ടോ? ഇത്രയും നല്ല പൗഡറായിട്ട് നമുക്ക് എടുക്കാൻ കഴിയും. അപ്പോൾ അത് നമുക്ക് ഈ പൊടി നല്ല ഏതെങ്കിലും ഒരു വെള്ളത്തിൻ്റെ നിലവൊന്നും ഇല്ലാത്തത് ഈ 1 ലിറ്റർ പാലിൻ്റെ ഒരു ബോട്ടിലാണ് ഈ കാണുന്നത്. അപ്പോൾ ഇത് നന്നായിട്ട് കഴുകി അതിനെ ഉണക്കിയെടുത്ത് വെച്ചിട്ടുള്ളൊരു ബോട്ടിലാണ്. അപ്പോൾ അതിലേക്ക് നമുക്കിട്ട് നല്ല ടൈറ്റായിട്ട് അടച്ച് വെച്ചാൽ നമുക്ക് കുറേശ്ശെ നമുക്ക് ഉപയോഗിക്കാം. ഇത് കുറച്ചെടുത്ത് നമുക്ക് വെള്ളത്തിൽ കലക്കി കുറച്ച് വിനാഗിരിയും കൂടെ ഒഴിച്ച് വെച്ചിട്ട് 2 ദിവസം കഴിയുമ്പോൾ നമുക്ക് അതിൽ കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് അതിൻ്റെ ഇലയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ അതിൻ്റെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാം. ചെടികളൊക്കെ നന്നായി വളരും, അതുപോലെ തന്നെ നല്ല ഫ്ലവർ ചെയ്യും. ഇതാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ. വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബായ്. എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. വീണ്ടും കാണുന്നത് വരെ വീണ്ടും ഒരിക്കൽ കൂടി ബായ്.